നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി സാന്ദ്ര തോമസും അതോടൊപ്പം നിർമ്മാതാക്കളുടെ സംഘടനയുമായി പരസ്പരം ഏറ്റുമുട്ടലായിരുന്നു. ആ ഏറ്റുമുട്ടലിൽ ഇപ്പോൾ ഒരു അന്തിമ തീരുമാനം എത്തിയിരിക്കുന്നു. സാന്ദ്ര തോമസിൻ്റെ പത്രിക തള്ളിയതായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഓഫീസറെ നിയമിച്ച കോശി എന്ന ഇലക്ഷൻ ഓഫീസറെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു സാന്ദ്ര കോടതിയെ സമീപിച്ചത്. എറണാകുളം സബ് കോടതിയെ സമീപിച്ചിരുന്നു. 2 ദിവസം വാദപ്രതിവാദങ്ങൾ നടന്നതിനൊടുവിൽ ഇപ്പോൾ ഒറ്റ വാക്കിൽ ഹർജി തള്ളുന്നു എന്ന തീരുമാനത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട കോടതി ഹർജി തള്ളിയിരിക്കുന്നു. ഇത് സാന്ദ്ര തോമസിന് വലിയൊരു തിരിച്ചടിയായിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ സാന്ദ്ര തോമസ് പത്രിക തള്ളിയോടുകൂടി എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതോടുകൂടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇപ്പോൾ മത്സരിക്കാൻ സജി നന്ദിയാട്ടാണ് ഉള്ളത്. രാകേഷിന് എതിരാളിയായിട്ട് സജി നന്ദിയാട്ടാണ് മത്സരിക്കുന്നത്. എന്തായാലും സാന്ദ്ര തോമസ് ഉന്നയിച്ച വാദങ്ങൾ, തനിക്ക് സെൻസസ് സർട്ടിഫിക്കറ്റ് 9 സെൻസസ് സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നാണ് സാന്ദ്ര പറഞ്ഞത്. അതിൽ 3 ഉള്ളവർക്ക് മാത്രമാണ് കീ പോസ്റ്റിൽ മത്സരിക്കാൻ കഴിയുള്ളൂ. 2 സർട്ടിഫിക്കറ്റാണ് സാന്ദ്രയുടെ പേരിലുള്ളത്. എന്നാൽ ഒരു സർട്ടിഫിക്കറ്റ് പാർട്ട്ണർഷിപ്പായി ബിസിനസ് ചെയ്യുമ്പോൾ, വിജയ് ബാബുവായി ബിസിനസ് ചെയ്യുമ്പോൾ ഉള്ള സർട്ടിഫിക്കറ്റ് ആയിരുന്നു. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നായിരുന്നു അന്ന് നിർമ്മാതാക്കളുടെ സംഘടനയിലെ ഇലക്ഷൻ സ്കൂട്ടറിംഗ് സമയത്ത് ഓഫീസർ കണ്ടെത്തിയത്. ഇതിനാണ് കോടതിയെ സമീപിച്ചത്. ഇത് കോടതിയും ഇപ്പോൾ ശരിവെച്ചിരിക്കുന്നു. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് കോടതി ശരിവെച്ചിരിക്കുന്നത്. എന്തായാലും സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളിയോടുകൂടി നിർമ്മാതാക്കളുടെ സംഘടന വിജയിച്ചതായാണ് ഇപ്പോൾ നമുക്ക് കാണേണ്ടത്. എന്നാൽ സാന്ദ്ര തോമസ് മാധ്യമങ്ങളോട് പ്രതികരിച്ച ഇപ്രകാരമാണ്: കോടതി വിധി മാനിക്കുന്നു എന്ന് സാന്ദ്ര തോമസ് പറയുന്നു. കോടതി വിധിയിൽ നിരാശയും വേദനയുമുണ്ട്. തൻ്റെ പോരാട്ടം തുടരുമെന്ന് സാന്ദ്ര തോമസ് പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ പേർ പ്രതികരണവുമായി എത്തുമെന്നാണ് പ്രതീക്ഷയെന്നും സാന്ദ്ര തോമസ് പറയുന്നു. എന്തായാലും ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് തന്നെ പറയാം. സാന്ദ്ര തോമസ് നാളുകളായിട്ടുള്ള ഒരു പോരാട്ടത്തിലായിരുന്നു. ഇതിൽ കോടതിയിൽ പറയുന്ന പത്രിക തള്ളിയതിനെതിരായ നൽകിയ ഹർജിയിൽ അല്ല വിധി വന്നത് എന്നാണ് പറയുന്നത്. ബൈലോയിൽ ഇല്ലാത്ത ഭരണാധികാരിയുടെ നിയമനം, തെരഞ്ഞെടുപ്പ് കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തണം, പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കണം എന്നീ 3 ഹർജികളാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. 3 ഹർജികളാണ് ഉണ്ടായിരുന്നത്. ആ 3 ഹർജിയും തള്ളിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കാണുന്നത്. ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ സജി നന്ദിയാട്ട് അന്ന് പറഞ്ഞതു, സാന്ദ്രയുടെ പത്രിക തള്ളുകയാണെങ്കിൽ താൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ട്രസ്റ്റ് സ്ഥാനത്തേക്ക് ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ സജി നന്ദിയാട്ട് ഇതുമായി ബന്ധപ്പെട്ട് അപ്പോൾ തന്നെ പോസ്റ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പോസ്റ്റർ ഇറക്കിയിരിക്കുന്നു. പ്രിയ കുടുംബാംഗങ്ങളെ, കണ്ണുകൾ കൊണ്ട് കാണുന്ന നേർക്കാഴ്ചയ്ക്കപ്പുറം സമാനതകളില്ലാത്ത സാധ്യത തേടിയുള്ള യാത്രയിൽ എന്നോടൊപ്പം നിങ്ങളും കാണുമെന്ന് പ്രത്യാശയിൽ നമുക്ക് വേണ്ടി ഇനി മാറാത്ത മാറ്റത്തെ ചേർത്ത് ചുംബിക്കാൻ ഒരു വോട്ട്. നമ്മുടെ നിർമ്മാതാക്കളുടെ സംഘടനയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞാൻ യോഗ്യനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന പക്ഷം നമുക്കായി നൽകുക നിങ്ങളുടെ സ്വന്തം സജി നന്ദിയാട്ട്. ഒരു വോട്ട് നൽകുക എന്നാണ് സജി നന്ദിയാട്ടിൻ്റെ ഇപ്പോൾ പോസ്റ്ററും ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും വലിയ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് കുറേ നാളുകളായി ഈ ഒരു പ്രശ്നമുണ്ടായിരുന്നു. സാന്ദ്ര തോമസ് അവിടെ മീറ്റിങ്ങിൽ പോയപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നത്തിൽ നിന്ന് തുടങ്ങി അതിനെതിരെ ഇവർക്കെതിരെ കേസ് കൊടുത്തു. 4 പ്രതികളിലേക്ക് പോയി. അത് കേസ് നടക്കുകയാണ്. എല്ലാവരും ജാമ്യം എടുക്കുന്ന നിലയിലേക്ക് പോയി. എന്തായാലും സാന്ദ്ര തോമസ് ഇവിടെ നൽകിയ സർട്ടിഫിക്കറ്റ് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അന്ന് തന്നെ ഇലക്ഷൻ ഓഫീസർ പറഞ്ഞെങ്കിലും അത് കോടതിയിൽ പോയപ്പോൾ 3 ഹർജിയും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സാന്ദ്ര തോമസ് എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് മത്സരത്തിനുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. 26 പേരാണ് മത്സരിക്കുന്നത്. 14 പേര് വേണ്ട സ്ഥലത്ത് 26 പേര് മത്സരിക്കുന്നു. അതിൽ സാന്ദ്ര തോമസും മത്സരിക്കുന്നു എന്ന പ്രത്യേകത ഇവിടെ കാണേണ്ടതാണ്. ഇപ്പോൾ നിലവിൽ രാകേഷും സജി നന്ദിയാട്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് സോബിയ പോളും അതോടൊപ്പം തന്നെ ആനന്ദ് പയ്യന്നൂരും സന്ദീപ് സേനുമാണ് മത്സരിക്കുന്നത്. സെക്രട്ടറി സ്ഥാനത്തേക്ക് 3 പേര് മത്സരിക്കുന്നു. ലിസ്റ്റ് സ്റ്റീഫനും വിനയനും കല്ലൂർ ശശിയുമാണ്. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് 3 പേരാണ് ഉള്ളത്. ആനന്ദ് പയ്യന്നൂർ മത്സരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം വോട്ട് ചോദിക്കുന്നില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അവിടെ ഹംസയും അതോടൊപ്പം തന്നെ ആൽബിൻ ആന്റണിയും മത്സരിക്കുന്നു. ട്രഷറർ സ്ഥാനത്തേക്കായിരുന്നു സജി നന്ദിയാട്ടും അതോടൊപ്പം തന്നെ സുബൈറും ഉണ്ടായിരുന്ന, മഹാസുബൈറും. ഇപ്പോൾ ട്രഷറർ സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിക്കുന്നില്ല. പത്രിക അവിടെ നൽകിയിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം അതിലേക്ക് വോട്ട് ചോദിക്കുന്നില്ല. ട്രഷറർ സ്ഥാനത്തേക്ക് സുബൈർ. അങ്ങനെയാണ് ഈ സുബൈർ എതിരില്ലാതെ തെരഞ്ഞെടുക്കുന്ന നിലയിലേക്ക് പോകും. അതോടൊപ്പം തന്നെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കും എതിരില്ല. അവർ മത്സരം നടക്കും എന്നുള്ള കാര്യത്തിൽ അവരും തെരഞ്ഞെടുത്തായി പോകും. ഇത്തരം രീതിക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും നാളെയാണ് ഇലക്ഷൻ. നിർണായകമായ ഇലക്ഷനാണ് നടക്കുന്നത്. ആ ഇലക്ഷന് എത്ര പേര് വോട്ട് ചെയ്യും? 308 പേരുള്ള അംഗങ്ങളാണുള്ളത്, വോട്ടവകാശമുള്ളത്. അതിൽ എത്ര പേര് വോട്ട് ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം. മറ്റന്നാളാണ് താരസംഘടന അമ്മയുടെ ഇലക്ഷനും. താരസംഘടന അമ്മയുടെ ഇലക്ഷനും വലിയ പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്. വാക്പോരുകൾ കൊണ്ട് ഏറ്റവും നാണം കെട്ട നിലയിലാണ് അമ്മയുടെ ഇത്തവണത്തെ ഇലക്ഷനിലേക്ക് പോരുന്നത്. പരസ്പരം ചെളി വാരി എറിയുന്ന നിലയിലേക്ക് പോയി. അവിടെ എല്ലാം എടുത്തു പറയുന്നു. മെമ്മറി കാർഡിൻ്റെ ഒരു വിഷയം, അത് മറക്കാതെ തന്നെ അതിലെ അംഗങ്ങൾ വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ആ മെമ്മറി കാർഡിൻ്റെ വിഷയം
ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല, അത് പോരാടാൻ തന്നെയാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പുരുഷന്മാർ ഉൾപ്പെടെയുള്ള തീരുമാനിക്കുന്ന കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. എന്തായാലും സാന്ദ്ര തോമസിക്ക് ഒരു തിരിച്ചടിയായിരിക്കുന്നു സാന്ദ്ര തോമസിന്റെ ഈ ഹർജി തള്ളിയതോടുകൂടി. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.